സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നെങ്കിൽ സ്വർണ്ണ തട്ടിപ്പല്ല, ക്ഷേത്രക്കൊള്ളയാണ്. ആ ക്ഷേത്രക്കൊള്ള എന്ന് പറയുന്നത് കേവലം 3-4 കിലോ സ്വർണം അടിച്ചു മാറ്റിയ കേസല്ല. മറിച്ച് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ ഒരു 9ഓളം, ഇന്നലെ 10ഓളം ഉത്തരവുകളായി. ഈ ഉത്തരവുകളിലെല്ലാം പറഞ്ഞിട്ടുള്ള പോലെ ഇത് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘങ്ങളുടെ മാതൃകയിൽ അത്തരത്തിലുള്ള വലിയൊരു ഗൂഢാലോചനയോട് നടന്ന ഒന്നാണ്. അതല്ലാതെ ആരും 4 കിലോ സ്വർണത്തിന് കിട്ടുന്ന 1-2 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നല്ല ഈ ക്ഷേത്രക്കൊള്ള. അപ്പൊ അതിനകത്തുള്ള വിശ്വാസപരവും വൈകാരികവുമായ അല്ലെങ്കിൽ വലിയ ആന്റിക് വാല്യൂ ഒക്കെ ഉള്ളത് 100 കണക്കിന് കോടി രൂപയുടെ ഒരു കച്ചവടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിന്റെ മണി ട്രെയിൽ, അതെങ്ങനെയാണ് കാശ് വന്നത് അല്ലെങ്കിൽ ആർക്കാണ് പോയത് എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ അത് കേരള പോലീസിന് അല്ലെങ്കിൽ SITക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതിന് ഒട്ടേറെ അന്താരാഷ്ട്ര മാനങ്ങൾ ഉണ്ടാവും, സംസ്ഥാന മാന്യ റെയ്ഡുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ED റെയ്ഡ് അനിവാര്യമാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല, അനിവാര്യമാണ്. പക്ഷെ അല്പം താമസിച്ചു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, സാധാരണ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് CPMന്റെ നേതാക്കന്മാരെ സമ്മർദ്ദത്തിലാക്കി നിർത്തിക്കൊണ്ട് BJPയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഈ കേസിൽ ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ. തന്നെയാണ് ഇന്നലെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലെ SITയുടെ റിപ്പോർട്ടൊക്കെ കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. കോടതി പോലും ഇതിൽ സംശയം പ്രകടിപ്പിച്ചതാണ്. ഈ സ്വർണ്ണക്കൊള്ള യഥാർത്ഥ പാളികൾ അല്ല വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കോടതിയും കടക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു തട്ടിപ്പാണ്. ഇത് കേരളമെന്നല്ല, രാജ്യം തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു തട്ടിപ്പിന്റെ ഓരോ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴും മുഴുവനും വിവരങ്ങൾ പുറത്തു വന്നോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. എത്രത്തോളം ആളുകൾ ഇതിൽ പങ്കാളികളായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും ഒരു സംശയമാണ്. കാരണം അത്രത്തോളം വലിയൊരു സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ. ഈ ഒരു റെയ്ഡിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വരിക, എന്തൊക്കെയാണ് അവർ പിടിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ എത്രത്തോളം കാലതാമസം ഉണ്ടാകുമെന്ന് നമുക്കറിയുന്നതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ആരൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാകണമല്ലോ. നോക്കൂ, ഇതിനകത്ത് കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിലവിൽ ഇപ്പൊ ഈ കോടിക്കണക്കിന് മനുഷ്യർ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്ന് 41 ദിവസത്തെ വ്രതവും എടുത്തൊക്കെ വന്നവിടെ ചെല്ലുമ്പോൾ അവിടെ ഇന്നിരിക്കുന്നത് യഥാർത്ഥത്തിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പമല്ല, യഥാർത്ഥത്തിലുണ്ടായിരുന്ന കട്ടിളപ്പാളികളോ വാതിൽപ്പാളികളോ ഒന്നുമല്ല. അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതി പറഞ്ഞ എന്താ, ഇത് അഴിച്ചു കൊണ്ടുപോയി ഇതിന്റെ മാതൃകയിൽ മറ്റൊന്നുണ്ടാക്കി എന്നിട്ട് സ്വർണം പൂശി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണം പൊതിഞ്ഞിരുന്ന അയ്യപ്പന്റെ ശ്രീകോവിലിന് മുമ്പിലുണ്ടെന്ന യഥാർത്ഥത്തിലുള്ള വിഗ്രഹങ്ങൾ, ദ്വാരപാലക ശില്പവും ഉൾപ്പെടെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അത് വിൽക്കുകയും അതിന്റെ മാതൃകയിൽ ഒന്നുണ്ടാക്കി സ്വർണം പൂശി അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ കോടതി വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം ആ തരത്തിലല്ല പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇവര് ഇപ്പൊ ഓടിപ്പോകുന്നതും അന്വേഷിക്കുന്നതും എല്ലാം ഉരുക്കിയ സ്വർണം കണ്ടുപിടിക്കുകയാണ്. ഉരുക്കിയ സ്വർണമല്ല ഇതിനകത്ത് പ്രശ്നം. ഉരുക്കിയതല്ലാതെ ഇതിനകത്ത് ആ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ തന്നെ കടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ടുള്ളത്? കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്ന സുഭാഷ് കപൂറിന്റെ മാതൃകയിൽ അത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്? അതിന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മറുപടി വേണ്ടി വരില്ലേ? എയർപോർട്ടുകൾ, കസ്റ്റംസ് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. അപ്പം അത്തരത്തിൽ വ്യാപ്തിയുള്ളൊരു കേസാണ്. സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ SIT കുറച്ച് ആദ്യം തുടങ്ങി വെച്ചെടുത്ത് നിന്ന് പിന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ചില അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ അറസ്റ്റ് പോലും വൈകിയാണ് നടന്നിരിക്കുന്നത്. ഇതുവരെ ഈ പറയുന്ന തൊണ്ടി മുതൽ എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കട്ടളപ്പാളികൾ എവിടെയാണെന്ന് സ്ഥിരീകരിക്കാൻ SITക്ക് പറ്റിയിട്ടില്ല. അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടെടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം SITയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ CBI അന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ കോടതി നിരീക്ഷണത്തിൽ SIT നടക്കുന്നു. കോടതിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനകത്ത് CBIയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഇൻവോൾവ്മെന്റ് ആവശ്യമാണെന്ന് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ട് നടന്നിരിക്കുന്ന 100 കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് വന്നിരിക്കുന്ന പൈസ, ആ പൈസ മണി ട്രെയിൽ എങ്ങനെയാണ്, എവിടെയാണ് ഇതിന്റെ പേയ്മെന്റ് നടന്നിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. അതിന് ED അന്വേഷണം അനിവാര്യമാണ്. താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഈ SITയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലൊക്കെ പുരോഗമനം ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ ചർച്ച ചെയ്തതുമാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ആ ഒരു സമയമായപ്പോൾ ഒരു മന്ദഗതിയിലേക്ക് പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്.
എത്രത്തോളം വലിയൊരു അന്വേഷണത്തിലേക്ക് SIT സംഘത്തിന് പോകാൻ കഴിയും? കാരണം ഈ പറഞ്ഞതുപോലെ കോടതിയുടെ ഒരു മേൽനോട്ടമൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ കൂടുതലും പ്രതികളായിരിക്കുന്ന CPM നേതാക്കളാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്വാധീനമൊക്കെ വരാനുള്ള ഒരു സാധ്യതയും ഇല്ലേ? ആ സ്വാധീനത്തിന് തെളിവാണല്ലോ ഇതിനിടയ്ക്ക് വെച്ച് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ DGP ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള CPM-ന്റെ നേതാക്കന്മാരെന്നും പോലെ പ്രവർത്തിക്കുന്ന പോലീസ് ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ടായിരുന്നു. 2 പേരെ അഡീഷണൽ ആയിട്ട് അതിനകത്ത് ചേർത്തത് ഉൾപ്പെടെ CPM-ന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇന്ന് വരെ അടൂർ പ്രകാശിന് ഈ SIT ഒരു മൊഴി നൽകാനായിട്ട് നോട്ടീസ് കൊടുത്തിട്ടില്ല? ഇല്ലേ? മൊഴി നൽകാൻ നോട്ടീസ് കൊടുക്കാത്തത് വലിയൊരു വാർത്തയാക്കി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു രാഷ്ട്രീയമായ ഒരു വാർത്തയാക്കി മാറ്റുകയും കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രസാദിനെയും ചോദ്യം ചെയ്ത് ജനങ്ങൾ അറിയാതെയും പോയത് എങ്ങനെയാ? അടൂർ പ്രകാശിന് ഇപ്പോഴും നോട്ടീസ് കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ ഒരു 15-20 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഹെഡ്ലൈൻ എന്തായിരുന്നു? അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യും. ഇതല്ലേ? ED നോട്ടീസ് കൊടുത്തു. ഒരു ED നോട്ടീസും ഒന്നും കൊടുക്കാതെ വിളിച്ചു പറഞ്ഞ് ഈ മറ്റേ ഒരു പുലിവാൽ കല്യാണം ഏതൊരു സിനിമയിലുണ്ടല്ലോ, അല്ല മീശ മാധവനിൽ പറയുന്ന പോലെ വിളിച്ചു ചൊല്ലി പറഞ്ഞാൽ മാത്രമേ വഴിപാടിന് ഗുണമുണ്ടാവൂ എന്ന് പറഞ്ഞ പോലെ അടൂർ പ്രകാശിന്റെ വിളിച്ചു ചൊല്ലി എന്നിട്ട് നടത്തിയില്ല. പക്ഷെ കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിനെയും വിളിച്ചു ചൊല്ലാതെയല്ലേ നടത്തിയത്? അതിനകത്ത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒന്നുണ്ട്. PS പ്രശാന്തിനെതിരെ കോടതിയുടെ 2 നിരീക്ഷണം വന്നിരിക്കുക. മുൻപുണ്ടായിരുന്നു, അതുകൂടാതെ ഇപ്പോഴും വന്നിരിക്കുന്നു. 2019 ഈ കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഹൈക്കോടതി 2 തവണയായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ട് എന്തുകൊണ്ട് പിന്നെ മുന്നോട്ടൊരു കാര്യം എടുത്തിട്ടില്ല? അപ്പൊ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് സംബന്ധിച്ച് അറസ്റ്റിലായി കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചോളം CPM-നെ സംബന്ധിച്ചോളം അവർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ PS പ്രശാന്തിനെതിരെ പിന്നീട് ഒരു ചോദ്യം ചെയ്യൽ പോലും നടന്നിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോടതി ഇന്നലത്തെ വിധിയും ചോദിച്ചല്ലോ, എന്തുകൊണ്ട് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? അപ്പം ഗുരുതരമായ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചും പാർട്ടിയുടെ നിർദ്ദേശത്തിനനുസരിച്ചും നടത്തിയ ഗുരുതരമായ ക്ഷേത്രക്കൊള്ളയാണിത്. അത് പുറത്തു വരാതിരിക്കാൻ SIT മന്ദഗതിയിലായി എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഇന്നലെയും ഹൈക്കോടതിക്ക് വിമർശനം ഉന്നയിക്കേണ്ടി വന്നത്. അപ്പം അതിന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇനിയിപ്പോ ഹൈക്കോടതി 2 SIT തീറ്റ പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ നേതാക്കന്മാർ ജയിലിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള CPM-ന്റെ താല്പര്യം SIT-യിലേക്ക് ഒരു ക്യാൻസർ പോലെ പടർന്നു കയറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.